ഇനി നമ്മൾ പോകുന്നത് ഇംഗ്ലണ്ടിലെ ആ മോർച്ചറിയിലേക്കാണ്. ആ ദുരൂഹത നിറഞ്ഞ മോർച്ചറി പരിസരം. ആ ഡാർലിംഗ്ടണിലെ മോർച്ചറിയിൽ മരിച്ചെന്ന് സ്ഥിരീകരിച്ച ആ സ്ത്രീ ശബ്ദമുണ്ടാക്കിയതെങ്ങനെ പരിശോധിക്കാം. രണ്ടു വർഷങ്ങൾ മുമ്പാണ്, ഒക്ടോബർ 13 സംഭവം. 54-കാരിയായിട്ടുള്ള ഒലിവ് മാർട്ടിൻ ഡാർലിംഗ്ടൺ സ്വദേശിയാണ്. അവൾ തങ്ങളുടെ 2 മക്കൾക്കായി അടുക്കളയിൽ തിരക്കിലാണ്. കുട്ടികൾക്ക് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് അടുക്കളയിൽ കുഴഞ്ഞു വീഴുന്നു. പിന്നീട് നടന്നതെല്ലാം അവിശ്വസനീയ സംഭവങ്ങളാണ്. വൈദ്യസംഘം ഒരു ഫോൺ വിളിയിൽ പാഞ്ഞെത്തി. പാരാമെഡിക്കൽ ടീം അവർ പരിശോധിച്ചു. പക്ഷേ യാതൊരു റെസ്പോൺസും അനക്കവുമില്ല ഒലിവ് മാർട്ടിനിൽ നിന്ന്. വീട്ടിൽ വെച്ച് തന്നെ അവർ ആ സ്ഥിരീകരണം നടത്തി. ആ 2 കുട്ടികളുടെ അമ്മ മരിച്ചിരിക്കുന്നുവെന്ന്. ഡാർലിംഗ്ടൺ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് അവരെ മാറ്റാനായി തീരുമാനം. അങ്ങനെ മൃതദേഹം ഡാർലിംഗ്ടൺ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് എത്തി. മോർച്ചറിയിലേക്ക് ആ മൃതദേഹം എത്തുന്ന സമയം ഏതാണ്ട് 2 മണിക്കൂർ നേരത്തെ വ്യത്യാസമുണ്ട് വീട്ടിൽ നിന്ന് എത്തുന്നത്. അവിടെയാണ് ആ ട്വിസ്റ്റ്. ഞെട്ടിത്തരിച്ചുപോയി മോർച്ചറിയിലെ ജീവനക്കാർ. മരിച്ചെന്ന് ഏകദേശം 2 മണിക്കൂർ മുമ്പ് വിധിയെഴുതിയ ഒലിവ് മാർട്ടിൻ ശബ്ദമുണ്ടാക്കുകയാണ്, കൈകൾ അനക്കുകയാണ്. അങ്ങനെ ആശുപത്രി ജീവനക്കാർ ആകെ പരിഭ്രാന്തിയിലായി. ശരിക്കും സംഭവിച്ചത് എന്താണ്? ആത്മാവ് മടങ്ങിയെത്തിയതാണ്. അന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് സംഭവിച്ചത് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയായിരുന്നു. ഒലിവ് മാർട്ടിൻ മരിച്ചുവെന്ന് അവർ തെറ്റായി വിധിയെഴുതുകയായിരുന്നു. 2 മണിക്കൂറോളം കഴിഞ്ഞ് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ആശുപത്രിയിൽ ആക്കിയിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എന്നിട്ട് ഒലിവ് മാർട്ടിൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ആ മോർച്ചറിയിൽ വെച്ച് ആ സ്ത്രീ അനങ്ങി. അല്പസമയത്തിനകം തന്നെ ഒലിവ് മരണത്തിന് കീഴടങ്ങി. മസ്തിഷ്ക ക്ഷതമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. തലച്ചോറിലേക്കുള്ള ഓക്സിജൻ ലഭിക്കുന്നതിൽ ക്ഷാമം അനുഭവപ്പെട്ടതായിരുന്നു ആ ബോധക്ഷയത്തിനുള്ള കാരണം. ആ 2 മണിക്കൂർ സമയം അവൾ ജീവന് വേണ്ടി പൊരുതുകയായിരുന്നു. നിശ്ചലയായി കിടന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികൾക്ക് അവരുടെ അമ്മയെ നഷ്ടമാകില്ലായിരുന്നു. കുടുംബത്തിന്റെ പരാതിയിൽ നോർത്ത് ഈസ്റ്റ് ആംബുലൻസ് സർവീസിനെതിരെ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ക്രിമിനൽ കുറ്റങ്ങളൊന്നും ചുമത്തിയിട്ടില്ല. പക്ഷേ കേസിന്റെ തുടർ വിചാരണ ഇനി 2026 മാറ്റി ജനുവരി 30 പാരാമെഡിക്കൽ സംഘത്തിന് പറ്റിയ വലിയ വീഴ്ചയായി ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നു. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുമ്പോൾ അവരിറക്കിയൊരു വാർത്താക്കുറിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാമായിരുന്നു അമ്മ. ഞങ്ങൾക്ക് അവരൊരു ധീര യോദ്ധാവായിരുന്നു. ആ യോദ്ധാവിൻ്റെ ധൈര്യം തന്നെയാണ് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ആ തിരിച്ചെത്താൻ പാകത്തിന് അവർ അത്രമാത്രം സമയം ഓക്സിജൻ ലഭിക്കാതിരുന്ന സമയത്തും അവർ മടങ്ങിയെത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. എന്താണ് ഈ സംഭവത്തെ വിളിക്കേണ്ടത്? അത് പാരാമെഡിക്കൽ സംഭവത്തിന് പറ്റിയൊരു വീഴ്ചയാണോ? അതോ കേവലം അബദ്ധമോ? മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ കഴിയുമോ ഈ സംഭവത്തെ?